ഭൂരിപക്ഷം തെളിയിക്കാൻ കർണാടക സർക്കാരിന് ഗവർണർ നൽകിയ സമയം അവസാനിച്ചു. ഗവർണറുടെ സമയപരിധി പാലിക്കില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി സഭയിൽ വ്യക്തമാക്കുകയും ചെയ്തു. വിശ്വാസ പ്രമേയത്തിൽ ചർച്ച പൂർത്തിയായാൽ മാത്രമേ വോട്ടെടുപ്പ് നടക്കൂ. സമയപരിധി നിശ്ചയിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്നും കുമാരസ്വാമി പറഞ്ഞു. ഇതോടെ കർണാടകത്തിൽ അസാധാരണ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. വിവരങ്ങളുമായി എം അബ്ദുൾ റഷീദ് ചേരും. ഇപ്പോൾ നിയമസഭയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക് കടക്കുകയാണ്. വിശ്വാസ പ്രമേയത്തിലുള്ള ചർച്ച ഇതുവരെ പൂർണ്ണമായിട്ടില്ല. ഭരണപക്ഷ MLA-മാരുടെ ഓരോരുത്തരുടേതായി ചർച്ച പൂർത്തിയായതിനു ശേഷമേ വിശ്വാസ വോട്ടെടുപ്പിലേക്ക് കടക്കാൻ കഴിയുകയുള്ളൂ. മുൻപേയുള്ള ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗവർണർ നൽകിയ സമയം അവസാനിക്കുന്നതോടുകൂടി വിഷയത്തിനകത്ത് കോൺഗ്രസ് നേരത്തെ സ്വീകരിച്ച നിലപാട് തന്നെയാണ് JDS കോൺഗ്രസ് സർക്കാർ ഇപ്പോൾ നടപ്പാക്കുന്നത് എന്നുള്ളതും വ്യക്തമാവുകയാണ്. കൃത്യമായ രീതിയിലുള്ള ഒരാശയക്കുഴപ്പം, അഭിപ്രായ ഭിന്നത, പ്രതിസന്ധി ഇത് തുടരുകയാണ് എന്നും വ്യക്തമാകുന്നു. തിങ്കളാഴ്ചയ്ക്ക് വോട്ടെടുപ്പ് നടക്കണമെന്നായിരുന്നു കോൺഗ്രസ് നേരത്തെ ആവശ്യപ്പെട്ടിരുന്നത്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള നീക്കവും നടത്തിയിരുന്നു. കോൺഗ്രസ് മറുഭാഗത്തേക്ക് കൂറുമാറിയ MLA-മാർക്ക് കോൺഗ്രസ് വിപ്പ് നൽകുകയും ചെയ്തിരുന്നു. സർക്കാർ JDS കോൺഗ്രസ് സർക്കാർ തുടരാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളത് വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. പക്ഷേ കോൺഗ്രസ് കൂറുമാറിയ MLA-മാർക്ക് വിപ്പ് നൽകിയ സാഹചര്യത്തിൽ അവരെ അയോഗ്യരാക്കാൻ സ്പീക്കർക്ക് കഴിയും. അങ്ങനെയാണെങ്കിലും കർണാടക സർക്കാർ താഴെ പോകുക തന്നെ ചെയ്യും. അബ്ദുൾ റഷീദ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. റഷീദ്, അതായത് കോൺഗ്രസ് നേരത്തെ പറഞ്ഞ അതേ നിലപാട് പോലെ തന്നെ JDS കോൺഗ്രസ് സർക്കാർ സ്വീകരിച്ച നിലപാട് പോലെ തന്നെ വോട്ടെടുപ്പ് അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ചയെ നടക്കുകയുള്ളൂ. പക്ഷേ അപ്പോഴും ഗവർണർ സ്പീക്കർ അഭിപ്രായ ഭിന്നത അല്ലെങ്കിൽ ആ രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾക്കും വലിയ ഒരു തർക്കത്തിനുമുള്ള സാധ്യത ബാക്കി നിൽക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ സംഭവിക്കുന്നത്? അപർണ, ഭരണഘടനാപരമായി തന്നെ വലിയ ചില തർക്കങ്ങൾക്കുള്ള സാധ്യതകൾ ബാക്കി വെച്ചുകൊണ്ട് കർണാടക സഭ ഗവർണറുടെ സമയപരിധി ലംഘിച്ചിരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണമെന്നാണ് HD കുമാരസ്വാമിയോട് ഇന്നലെ രാത്രി രേഖാമൂലം ഗവർണർ ആവശ്യപ്പെട്ടിരുന്നത്. ആ സമയപരിധി കടന്നുപോയിരിക്കുന്നു. അതിനുള്ളിൽ വിശ്വാസ വോട്ടെടുപ്പിന് സഭ തയ്യാറായിട്ടില്ല. എന്നു മാത്രമല്ല, സമയപരിധി നിശ്ചയിക്കാനുള്ള അധികാരം സ്പീക്കർക്കാണെന്നും 1:30-ക്കുള്ളിൽ ഭൂരിപക്ഷം തെളിയിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി HD കുമാരസ്വാമി സഭയിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് തന്റെ സർക്കാർ വീഴുന്നു എന്ന കാര്യം ജനങ്ങൾക്ക് വ്യക്തമാകുന്ന വിധത്തിലുള്ള ദീർഘമായ ചർച്ചയ്ക്കു ശേഷം മാത്രമേ വിശ്വാസപ്രമേയം വോട്ടിനിടൂ എന്നും കുമാരസ്വാമി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഗവർണറുടെ സന്ദേശം ലഭിക്കുന്നതിന് മുൻപ് തന്നെ താൻ വിശ്വാസപ്രമേയം തൻ്റെ മന്ത്രിസഭയിൽ ഈ സഭ വിശ്വാസം രേഖപ്പെടുത്തുന്ന പ്രമേയം താൻ സഭയിൽ അവതരിപ്പിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ സമയപരിധി തനിക്ക് ബാധകമല്ല എന്ന പ്രഖ്യാപനം കൂടി മുഖ്യമന്ത്രി HD കുമാരസ്വാമി നടത്തി. തുടർന്ന് ഉച്ചഭക്ഷണത്തിനായി ഇപ്പോൾ സഭ പിരിഞ്ഞിരിക്കുന്നു. ഇനി 3 മണിക്ക് മാത്രമേ സഭ സമ്മേളിക്കുകയുള്ളൂ. ഗവർണറുടെ അന്ത്യശാസനം കൂടി തള്ളിയതോടെ അസാധാരണമായ ഒരു സാഹചര്യമാണ് കർണാടകയിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇനി ഗവർണർക്ക് മുന്നിലുള്ള വഴികൾ എന്താണെന്ന് വ്യക്തമല്ല. ഒരുപക്ഷെ ഭരണഘടനാപരമായി നമ്മൾ നോക്കിയാൽ സർക്കാരിനെ പിരിച്ചുവിടാനുള്ള ഒരു ശുപാർശ നൽകുക എന്നതാണ്. പക്ഷേ അത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്കൊക്കെ പോകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഗവർണറുടെ സമയപരിധി തള്ളിക്കളഞ്ഞുകൊണ്ട് വിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച 3 മണിക്ക് പുനരാരംഭിക്കും. അത് ഇന്ന് പൂർത്തിയാകുമോ എന്ന കാര്യത്തിൽ നമുക്കിപ്പോൾ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഒരുപക്ഷെ 10-15 അംഗങ്ങൾ ഇനിയും സംസാരിക്കാനുണ്ട്. തിങ്കളാഴ്ചയിലേക്ക് നീണ്ടേക്കാം. നാളെയും മറ്റന്നാളും സഭ സമ്മേളിക്കാനിടയില്ല. അപർണ, അതായത് റഷീദ്, സർക്കാരിനെ രക്ഷിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമായ കോൺഗ്രസിന്റെ കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കൂറുമാറിയവരെ അയോഗ്യരാക്കിക്കൊണ്ട് ജനങ്ങളിലേക്ക് കാര്യങ്ങൾ കൃത്യമായി അറിയിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ മതി എന്നുള്ള കോൺഗ്രസിന്റെ തീരുമാനത്തിലേക്ക്. പക്ഷേ സുപ്രീം കോടതിയുടെ മുന്നിൽ 2 വിഭാഗത്തിന്റെയും BJP-യുടെയും കോൺഗ്രസിന്റെയും ഹർജികളുമുണ്ട്. ഗവർണർക്ക് അപ്പുറത്തേക്ക് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പോകുന്ന തീരുമാനം അത് എത്രത്തോളം നിർണായകമാകും? ഇതിൽ അപർണ, ഇരു വിഭാഗവും സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഹർജികൾ ഇതുവരെ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. ഇന്ന് കോടതി സമയം അവസാനിക്കാൻ അല്പസമയങ്ങൾ കൂടി ബാക്കിയുണ്ട്. ഇന്നോ നാളെയോ ആയിട്ട് കോടതിയുടെ മുമ്പാകെ ഹർജികൾ എത്തിയേക്കാം. സ്പീക്കറുടെ അധികാരത്തിൽ ഇടപെടാൻ ഈ കേസ് ആദ്യം പരിഗണിച്ചപ്പോൾ തന്നെ കോടതി വിസമ്മതിച്ചിരുന്നു. എന്നാൽ കൂടുതൽ വലിയ ഭരണഘടനാ വിഷയങ്ങൾ ഇതിനകത്തുണ്ടെന്നും അത് വിശദമായി പരിശോധിക്കേണ്ടതുണ്ടെന്നും സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗവർണറുടെ അധികാരം എത്രത്തോളം, ഗവർണർക്ക് സ്പീക്കറുടെ അധികാരത്തിൽ കടന്നു കയറാമോ, സ്പീക്കറുടെ അധികാരത്തിൽ സുപ്രീം കോടതിക്ക് എത്ര ഇടപെടാൻ തുടങ്ങിയ നിരവധി ഭരണഘടനാ പ്രശ്നങ്ങൾ ഇതിനുള്ളിലുണ്ട് എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് തന്നെ അഭിപ്രായപ്പെട്ടിരുന്നു. ഒരു പക്ഷേ വിശാലമായ ഒരു ഭരണഘടനാ ബെഞ്ച് തന്നെ അക്കാര്യങ്ങൾ പരിശോധിച്ചേക്കാം. എന്തായാലും ഇരുപക്ഷവും ഹർജിയുമായി സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അപർണ, അബ്ദുൾ റഷീദ് വിശദാംശങ്ങൾ നൽകിയ ന്യൂസ് ഡെസ്കിൽ നിന്ന് ഗവർണറുടെ സമയപരിധി പാലിക്കില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു കുമാരസ്വാമി.
കുമാരസ്വാമി സർക്കാർ കർണാടക സർക്കാരിന് ഗവർണർ നൽകിയ സമയമാണ് അവസാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേരത്തെ സ്വീകരിച്ച രാഷ്ട്രീയപരമായി നേരത്തെ പ്രത്യക്ഷമായി വ്യക്തമാക്കിയ നിലപാട് തന്നെ കോൺഗ്രസ് JDS സർക്കാർ തുടരുകയാണ്. ഇക്കാരണം വിശ്വാസപ്രമേയത്തിലുള്ള ചർച്ച പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് തന്നെ വോട്ടെടുപ്പ് ഇന്ന് നടക്കാനുള്ള സാധ്യതയും തുലവും വിരളമാണ്.